വായിച്ചു കേൾക്കാം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കും. 3 യോഹന്നാന്റെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Beloved, I wish above all things that thou mayest prosper and be in health, even as thy soul shall prosper. രണ്ട് പറഞ്ഞല്ലോ, കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലേ? ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് ബിലവഡ്, അഗപ്പറ്റോസ് എന്ന വാക്കാണ്. അതിൻ്റെ അർത്ഥം വാത്സല്യമുള്ളവനെ എന്നാണ്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരുത്തൻ മാത്രമേ ഈ വാത്സല്യത്തെ ഒഴുക്കുവാൻ കഴിയത്തുള്ളൂ. അയാളാണ് ഈ വ്യക്തിയെ നോക്കിയിട്ട് പറയുന്നത്. നമ്മളീ പറയുന്ന പ്രിയനെ അല്ല വാക്ക് വാസ്തവത്തിൽ അഗപ്പറ്റോസ് എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് തന്നെ നിൻ്റെ മേൽ ഒഴുകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്നെ ഞാൻ വിളിച്ചിട്ട് പറയുക, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Only a person filled with the love of God can call this word beloved, which in the root word means agapetos, which means I'm filled with the love of God and it is flowing from me to you, and I wish that on all things you may prosper and be in health. അവിടെ എഴുതിയിരിക്കുന്നത് beloved, I pray that you may prosper in all things. എല്ലാ കാര്യത്തിനകത്തും നീ വർദ്ധിച്ചു വരണം, നീ ശുഭമായിരിക്കണമെന്ന്. പ്രോസ്പർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ശുഭമെന്നല്ല. വാസ്തവത്തിൽ വേറൊരു വാക്കില്ലാത്തതുകൊണ്ട് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം നന്നായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. It says that in all things I pray that you will prosper, that everything will be well with you in everything, in all things. And be in health just as your soul prospers. നിന്റെ ആത്മാവ് എന്നുള്ള വാക്ക് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ പ്രാണൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സുഖ എന്നുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ സോളിനെയാണ് കാണിക്കുന്നത്, പ്രാണനെയാണ് കാണിക്കുന്നത്. ആത്മാവ് വേറെ, പ്രാണൻ വേറെ, ശരീരം വേറെ അല്ലേ? ആത്മാവ്, ദേഹി, ദേഹം. അങ്ങനെയാണെങ്കിൽ ഈ ആത്മാവ് എന്നുള്ള മലയാളം വാക്ക് തെറ്റാണ്. അവിടെ പ്രാണൻ എന്ന് പറയും. നിന്റെ പ്രാണൻ എല്ലാത്തിലും ശുഭമായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യത്തിനകത്തും ശുഭവും. സുഖം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരം കൊണ്ട് നീ സുഖമായിരിക്കണം. I wish that your soul shall prosper in all things, just as you prosper in every other area of your life. അതിന്റെ അർത്ഥം നീ സകലത്തിലും നന്നായിട്ടിരിക്കണമെന്നല്ലേ? അത് ദൈവവചനത്തിന്റെ സത്യമാണ്. ഇന്നു രാവിലെ ആരെങ്കിലും അത് ആഗ്രഹിച്ച് ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നീ മനസ്സിലായിക്കോണം. നീ വീണാലും നിലം പരിച്ചാകാതെ വണ്ണം നിന്റെ ആത്മാവിന്റെ അകത്ത് അവന്റെ സ്പന്ദനമുള്ളത് കൊണ്ട്, നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നത് കൊണ്ട് നിന്റെ ശരീരം നന്നായിരിക്കും. നിനക്ക് സകലവും നന്നായി ഭവിക്കുകയും ചെയ്യും. This is the truth of the word, that God wants you to be well in everything. Your body should prosper. You should be well in every area of your life. വീഴ്ചയൊന്നുമല്ല കാര്യം. നിന്റെ പ്രാണൻ നന്നായിരുന്നാൽ നിന്റെ ശരീരം നന്നായിരിക്കും, നിന്റെ ചിന്തകൾ നന്നായിരിക്കും. If your soul prospereth, your body will be well, your thoughts will be well. മനുഷ്യരെപ്പോഴാ പിടങ്ങുന്നത്, മനുഷ്യർക്ക് എപ്പോഴാ വിദ്വേഷം വരുന്നത്? അവന്റെ പ്രാണന് സുഖമില്ലാത്തത് കൊണ്ട്, അവന്റെ മനസ്സിന് സ്വസ്ഥതയില്ലാത്തത് കൊണ്ട് അവനെല്ലാം ഇഷ്ടക്കേടായിട്ട് മാറും. When do people get offended? When their soul is not well. ഇന്ന് രാവിലെ ആഗ്രഹിച്ചോണം, നിന്റെ ആത്മാവ്, നിന്റെ സോള്, നിന്റെ പ്രാണൻ ശുഭമായിരിക്കുന്നത് പോലെ ഇന്ന് രാവിലെ ഞാൻ നിന്നെ നോക്കി ഈ പ്രവചനം എന്ന വണ്ണം പറയുക. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ, നിന്റെ സമ്പത്തിന്റെ മേൽ, നിന്റെ കുടുംബജീവിതത്തിന്റെ മേൽ, നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മേൽ നീ സകലത്തിലും സമ്പന്നനായിരിക്കണം. I want to prophesy to you this morning, just as your soul prospers, I want you to prosper in your health, in your wealth, in your spiritual life, in every area. ഈ വാക്ക് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു പറയുകയാണ്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെയും ശരീരം സുഖമായിട്ടിരിക്കണം, മനസ്സ് ശുഭമായിട്ടിരിക്കണം. I want to command it to you this morning. I want every one of your health, your body should prosper, and your mind also should be well. You may prosper in all things. എല്ലാ കാര്യത്തിലും നീ എന്തോ ചെയ്താലും അഭിവൃദ്ധി പ്രാപിക്കണം. Whatever you do should prosper. ഒരു കരമുയർത്തി ഒന്ന് സ്വീകരിച്ച് ഞാൻ ഈ വചനത്തെ, ദൈവവചനത്തിനായിട്ടൊരു നന്ദി പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേൾപ്പിക്കുന്ന വചനം ഞാൻ സ്വീകരിച്ചെടുക്കുകയാണ്. അതെന്റെ ഉള്ളത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ എന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്റെ പ്രവൃത്തികൾ കൊണ്ടും ഞാൻ നന്നായി തന്നെ ഇരിക്കും. Through
through my mind and my body and my works, I shall be well all the time. ഇപ്പം തന്നെ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, ആമേൻ. നിന്റെ ശരീരത്തിൽ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. നിന്റെ സാമ്പത്തിക കെടുതികൾ മാറിപ്പോകും. നിന്റെ മുന്നേറ്റങ്ങൾക്ക് തടസ്സമില്ലാതെ വണ്ണം ആമേൻ നീ അഭിവൃദ്ധി തന്നെ പ്രാപിക്കും. Those who are listening to me carefully, even as you're listening, the bondage of sickness is സകല രോഗബന്ധനങ്ങളും അഴിയുന്ന ദിവസമായിട്ട് ഇന്ന് നീ അതിനെ കണ്ടേ. This is the day that every bondage of sickness are loosening from your body. സ്വീകരിക്കുന്നവരുണ്ട് പറ, നിന്റെ ഡയബറ്റിക് മാറുന്ന ദിവസമായി മാറ്റിക്കേ. ആമേൻ. നിന്റെ പ്രഷർ ആമേൻ it should come down. അത് താഴോട്ട് വരുന്ന ദിവസമായിട്ട് മാറ്റിക്കേ. Let this be the day your diabetes vanish, your pressure comes down. നിന്റെ ശരീരത്തിനകത്ത് ജീവൻ ഒഴുകട്ടെ ദൈവത്തിന്റെ. Let the life of God flow through your body. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ കണ്ടോടെ, നിങ്ങൾ എഴുന്നേറ്റ് വന്നേ, എഴുന്നേറ്റ് വന്നേ, ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. മലയാളം പറഞ്ഞാലും മനസ്സിലാകത്തില്ലേ? ഇവിടെ എഴുന്നേറ്റ് നിന്ന്. ഇതാണ് ഇവിടെ നിന്ന് ഇവിടെ നിന്നേ. ഇതാണ് ശരീരം. നിങ്ങൾ കണ്ടില്ലേ ഈ ശരീരം? കണ്ടോ? ഇതാണ് ഈ ആത്മാവെന്ന് പറഞ്ഞ മനുഷ്യൻ. We have soul and we have the spirit. സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്, ശരീരമുണ്ട്. And then we have the body. ഇതെപ്പോഴും നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കാ? മനസ്സിന്, പ്രാണന് നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന. Spirit always wants to give good things to the soul. ഇത് നല്ലത് കൊടുത്തു. ഇത് നല്ലത് കൊടുത്തത് കൊണ്ട് തിരിഞ്ഞു നിന്നോളൂ, അങ്ങോട്ട് തിരിഞ്ഞു. ഇത് നല്ലത് കൊടുത്തത് കൊണ്ട് ഇത് ശുഭമായിട്ടിരിക്കുക. ഇത് നല്ല അവിടെ കണ്ടില്ലേ, നല്ല തക്കടമുണ്ടായിട്ടിരിക്കുന്ന നാട്ടില്ലേ? Because the spirit is giving good things to the soul is very well. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അറിയാം? ഇവന്റെ ശരീരം ആമേൻ ഹല്ലേലൂയ സുഖത്തിലും ശുഭമായി നന്നായിട്ടും ഇരിക്കുന്നു. And because his soul is in good health, his body is in good health and in prosperity. അപ്പോഴത്തേക്ക് അവൻ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ കണ്ണടച്ച് പ്രാർത്ഥിക്കും, നീ നല്ല ആരോഗ്യമത്തോടെ ഇരിക്കുന്നു. You are healthy. ഒരു ക്ലാപ്പ് കൊടുത്തു. ഇവന്റെ ആരോഗ്യം കണ്ടില്ല? എന്നോ ആരോഗ്യം. Give a clap to him. He is so healthy. ഈ പ്രാണൻ, ഈ ആള് പ്രാണൻ നന്നായി ഇരുന്നു കഴിഞ്ഞാൽ ഇവൻ സകലത്തിലും ശുഭമായിട്ടിരിക്കും. When his soul is well, he shall prosper in all. ഇതിനെ ആർക്കും കാണത്തില്ല, ഇതിനെയാണ് എല്ലാവരും കാണുന്നത്. ഇതെന്താണെന്ന് അറിയിക്കുന്നതാണിത്. Nobody can see the soul, but the body will call forth and tell you how the soul is. നിങ്ങൾ മനസ്സിലായോ? ഈ പ്രാണൻ ശുഭമായി പറയാ. ഗയോസേ, ആമേൻ, വാത്സല്യമുള്ളവനെ, നിന്റെ പ്രാണൻ ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭവും സുഖമായിരിക്കണം. That's why Apostle John says, Gaius, as your soul prosper, may you prosper in all things. ആത്മാവ് ശുഭമായിരിക്കുന്നവനെ കണ്ടറിയാം. We can make it out from the way they look if their spirit is good. മനസ്സിലാവുന്നുണ്ട്? ആത്മാവ് നന്നായി എന്ന് വെച്ചാൽ പ്രാണൻ നന്നായിരിക്കുന്നവനെ കണ്ടറിയാം. Those whose soul is well, we can immediately make out from the way they look. അവന്റെ സംസാരം കേട്ടറിയാം. From the way they talk. അവന്റെ കൂടെ ഇരുന്ന് അവരെ അറിയാം. You sit with them, you can make out. കാരണം അവനിൽ ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. Because he will only speak good things. അവൻ വേറെ ഒന്നും പറയത്തില്ല. He can't speak anything else. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നിങ്ങൾ നോക്കി, ആത്മാവ് ശുഭമായിരിക്കുന്നത് യോഹന്നാൻ ഗയോസിന്റെ മേൽ കണ്ടു. അവന്റെ ആത്മാവ് ശുഭമായിട്ടിരിക്കുക. So Apostle John saw in Gaius that his soul was well. അല്ലാത്തവനെ കണ്ടാലും അറിയാം. Otherwise also you can make out if your soul is not well. അവന്റെ ശരീരവും മനസ്സും എല്ലാം ദുഃഖത്തിൽ. എന്നാ വാ തുറന്നാൽ ഉടനെ അവൻ വേണ്ടതിന് വേണ്ടി നെഗറ്റീവേ പറയത്തുള്ളൂ. ചർച്ച വന്നിരുന്നാലും ശ്രദ്ധിക്കാതിരിക്കും. His body is in distress. When he opens his mouth, മറ്റു കാര്യത്തിനകത്ത് അവന്റെ ശ്രദ്ധ മുഴുവൻ മറ്റു കാര്യത്തിനകത്ത്. അന്ന് ആത്മാവ് ശുഭം, മനസ്സും ശുഭമായിരിക്കുന്നവൻ ഇന്ന് എനിക്ക് ഏത് വാക്കാണ് പിടിക്കാൻ കിട്ടുന്നത്? എന്റെ കർത്താവ്, ഈ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ പാഠം നിർത്തത്തില്ല. എന്നാലും ഒരു കാര്യമുണ്ട്, അതിന്റെ ഇടയിൽ ഒരു വാക്കെങ്കിലും എനിക്ക് കിട്ടും. ആ വാക്കും മതി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ആരോഗ്യത്തോടെ ഇരിപ്പാൻ. But those whose soul is well, they are waiting to hear a word. Which word is enough for me, for my progress? They will be waiting in expectancy. ആത്മാവ് ശുഭമില്ലാത്തവന്റെ മുഖത്തോട്ട് നോക്കി ഒരു പ്രസരിപ്പും കാണത്തില്ല. എപ്പോഴും ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ഷേപ്പ് ഇങ്ങനെ ഇരിക്കും, താഴോട്ട് വളഞ്ഞ്. There is no enthusiasm or joy on the face of those whose soul is not well. എന്ന് ആത്മാവ് ശുഭമായിരിക്കുന്നവന്റെ മുഖത്തോട്ട് നോക്കിയവന്റെ മുഖം പ്രകാശിക്കും. But if your soul is well, you look at him, your face will begin to shine. Hallelujah. Hallelujah. അതുകൊണ്ട് നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? What shall we do? അതുകൊണ്ട് we have to fill our heart with good news. നല്ല വർത്തമാനം. സങ്കീർത്തനം 45:1 പറയുന്നത് ശുഭകരമായ കാര്യങ്ങളെ കേൾക്കാൻ പോകാവൂ. What shall we do to get our soul well? Hear only good things. ഞാൻ പറഞ്ഞല്ലോ,
ഗോസ്പൽ കേട്ടാലും സുവിശേഷം കേട്ടാൽ പോലും വേദോത്സവത്തിൽ നിന്ന് കേട്ടാൽ പോലും നല്ലത് കേട്ടില്ലെങ്കിൽ അങ്ങനെ ഇരിക്കും. Even if you're hearing the gospel, even if you're hearing from the Bible, if you don't hear good things, your face won't shine. എന്തുകൊണ്ടാണ് മലയാളക്കരയിൽ ക്രൈസ്തവരുടെ കൂട്ടത്തിൽ ഇത്രയും പിഴച്ചവരുണ്ടായത്? Why there are so many wrong people? കേൾവിയാണ് പ്രശ്നം. കേൾക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കേൾവിക്ക് അനുസരിച്ചല്ലേ ജീവിക്കാൻ പറ്റൂ. Because your hearing is not right, your life is not right. നല്ലത് പറഞ്ഞിട്ട് നന്നായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. അന്നേരവാ Even if we speak good things, it's difficult to live a good life. ഇവിടെ പറയാ, സങ്കീർത്തനക്കാരൻ പറയാ, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് പറഞ്ഞാൽ നിറഞ്ഞിട്ട് അതെന്തോ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ യേശുവാകുന്ന നല്ല വചനത്തെ അവൻ സ്വീകരിച്ചപ്പോൾ ആൻഡ് ഇറ്റ് കനോട്ട് അതിനകത്ത് അങ്ങനെ നിൽക്കാൻ ഒക്കത്തില്ല. അതിങ്ങനെ ഓവർഫ്ലോയിങ് ആയിട്ട് വരും. അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. My heart is overflowing with a good theme. അവനപ്പോ എന്തോ പറയുന്നത് മുഴുവൻ, അവന്റെ കൃതി മുഴുവൻ എന്തുവാണ്? രാജാവിനെ കുറിച്ച് മാത്രമേ അവൻ കൃതി പറയത്തുള്ളൂ. അവൻ ഇവനെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. And then he keep reciting his compositions. അവന്റെ നാക്ക് ശ്രദ്ധിച്ച് സമർത്ഥനായ എഴുത്തുകാരന്റെ ലേഖകന്റെ എഴുത്തുകോല അവന്റെ നാക്കെന്ന് പറയുന്നത് ഈ രാജാവിനെ വിളിച്ചറിയിക്കുന്നതാണ്. His tongue is the pen of a ready writer. അതുകൊണ്ട് നല്ല വചനങ്ങൾ ഇന്ന് രാവിലെ നിങ്ങൾ ആഗ്രഹിക്കണം. നല്ല വചനങ്ങളെ ഏറ്റെടുത്ത് അത് ക്രിയ ചെയ്യാൻ സമ്മതിച്ചാൽ നിന്റെ പുറകെ ഈ പ്രോസ്പെരിറ്റി വരും. Therefore we must desire to take good things into our heart and allow it to work. Prosperity will follow you. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രാണൻ നന്നായിരുന്ന ശരീരം അതിന്റെ പിന്നാലെ പോകത്തുള്ളൂ. Which means if your soul is well, the body will follow it. നമ്മുടെ കേൾവിക്കകത്തൂടെ ഈ പ്രാണനകത്തേക്ക് കാര്യങ്ങൾ, ആ പ്രാണനകത്തേക്ക് വന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ശരീരം എപ്പോഴും അത് എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Through our hearing, what has come into our soul is the good thing. The body will keep on exhibiting. അതുകൊണ്ട് നിന്റെ പ്രാണനെ ദൈവത്തിന് ആവശ്യമാണ്. God needs your soul. നിന്റെ സൗന്ദര്യവും പണവും നിന്റെ കായിക ശേഷിയും നിന്റെ ബുദ്ധിശക്തിയും ഒന്നും കർത്താവിന് വേണ്ട, പക്ഷെ നിന്നെ വേണം. God is not interested in your skill, talent or your strength. അതിനെന്തോ ചെയ്യണ്ടേ? അതിന് നീ നിന്നെ തന്നെ സമർപ്പിക്കണം. And for that you need to surrender yourself. പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ട്, ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് കുറെ ശമ്പളമൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സൂചിയുടെ വേലയ്ക്ക് ഇറങ്ങും. നീ ഇറങ്ങില്ലെന്നാ ഞാൻ പറയുന്നത്. We've heard people saying, I want to work, make a lots of money, then I will come for ministry. I would say, please don't do that. എത്രയോ പേര് തീരുമാനം എടുക്കാറുണ്ട്, ഞാൻ അവിടെ ജോലി ചെയ്ത് ബിസിനസ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് കാശ് ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് വരുന്നുണ്ട്, എന്നിട്ട് വേണം കർത്താവിന്റെ വേല ചെയ്യാൻ. കർത്താവ് പറയും, എനിക്ക് നിന്റെ പണം വേണ്ട, നിന്റെ ആരോഗ്യം എനിക്ക് വേണ്ട, നിന്റെ ബുദ്ധിയും കഴിവൊന്നും എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നീ വാ. Many say that I want to make lots of money and then do the work of the Lord. The Lord says, I don't need your money, I don't need your help, I don't need your ability, I want you, you come. നീ കൈയടിക്കുന്നതും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മുട്ട നിൽക്കുന്നതും ഒക്കെ നല്ല കാര്യമാണെങ്കിലും ഹൃദയത്തിൽ നിന്ന് അത് വരണം. It's good to worship, it's good to kneel down and bow down, all that posture is good, but is it coming from your heart? നിന്റെ പ്രാണന്റെ റിഫ്ലക്ഷൻ, നിന്റെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുന്നു എന്നുള്ളതായിരിക്കണം നീ ആ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ. Everything that you do must proceed from the heart. ഞാൻ പറയത്തില്ല, ഒരു രാവിലെ എഴുന്നേറ്റ് നമ്മൾ അങ്ങ് മെഡിറ്റേറ്റ് ചെയ്യുക, എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും എന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ക്ഷീണം കയറി പിടിക്കും. Morning you wake up and decide that you are tired. അന്ന് നമ്മൾ പറയാണ്, കർത്താവേ സത്യമാണ്, എനിക്ക് ഭയങ്കരമായ മനസ്സിനും ശരീരത്തിനും ഒക്കെ ക്ഷീണവും ഭാരവും തോന്നുന്നുണ്ട്, പക്ഷെ നീ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ആരോഗ്യമാണ്. But instead you must say, Lord, it's true, I feel very weak, but because you're with me, I am strong. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയേ. നമുക്ക് ഈ മനസ്സും ശരീരവും നന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാഴിക്കകത്ത് ഈ കർത്താവിന്റെ സാമീപ്യത്തെ ഡിക്ലെയർ ചെയ്യണം. If we truly desire to be well in our mind and our soul, we must declare the word of the Lord. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ആരോഗ്യവും സമ്പത്തും കുടുംബവും ഒക്കെ നീ കൈവെക്കുന്നതെല്ലാം നീ എങ്ങോട്ട് തിരിഞ്ഞാലും നീ അനുഗ്രഹിക്കപ്പെട്ട വർദ്ധിച്ചു വരുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്, അത് ദൈവത്തിന്റെ വചനമാണ്. നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. It is a promise, it is a word of God that you will prosper in your health and in your wealth. യോഹന്നാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കാം ഗായോസേ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അപ്പൊ ഒരു കാര്യം കണ്ടതുകൊണ്ട് അടുത്ത പ്രാർത്ഥന വരുന്നത്,
Because Apostle എടാ John കുഞ്ഞേ, saw that in Gaius his soul was well, and so the next thing comes. നീ നന്നായിരുന്നില്ലെങ്കിൽ ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? If you are not well, will anyone even bother to pray Listen for to me, you? take it from me. നീ നന്നതായിട്ട് ഇരിക്കുന്ന കാണുമ്പോഴേ അടുത്ത പ്രാർത്ഥന നിന്നെ കുറച്ചുകൂടെ മെച്ചമാക്കാനുള്ള വാക്കുകളായിട്ട് പരിണമിച്ചു വരത്തുള്ളൂ. നീ പറഞ്ഞാ കേൾക്കാതെ നീ ആമേൻ നിഷേധത്തരവും കാണിച്ച് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരത്തില്ല. If someone sees that your soul is well, they will begin to pray for you for the next level. But if you are rebelling, if you are not, your soul is not well, who will even pray for the next level for you to be revealed? നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. He is a God who hears our എത്ര പേര് prayers. വിശ്വസിക്കുന്നുണ്ട്? How many of you believe? നമ്മുടെ ദൈവം ചെവിയേക്കാത്ത ദൈവമൊന്നുമല്ല, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ദൈവമാണ്. He is not deaf, he hears our prayers. അതുകൊണ്ട് ഈ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ തന്റെ പ്രിയപ്പെട്ടവനായ ഗയോസിന് എഴുതുകയാണ്. ഗയോസിന് എഴുതുമ്പോൾ ഗയോസിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് ദിസ് പേഴ്സൺ, ഇവന് ചില ഗുണങ്ങളുള്ളത് അവൻ യോഹന്നാന് മനസ്സിലായി. When Apostle John noted Gaius, he found that there are some നാലാമത്തെ വാക്യം വായിച്ച്, qualities in his നാലാമത്തെ soul. വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, അവന്റെ ഗുണം എന്താണ്? യോഹന്നാൻ 3 യോഹന്നാൻ 4 വാക്യം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ യോഹന്നാന് മനസ്സിലായി, സത്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണിവൻ. John understood that this man is walking in the truth. അയാൾ പറയുകയാണ്, എന്തുകൊണ്ട് why he called him beloved അഗപ്പറ്റോസ് എന്ന് വിളിച്ചതിന്റെ കാര്യം എന്ന് പറയാ, ഇവൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സത്യത്തിൽ നടക്കുന്നവനാണെന്ന് കണ്ടപ്പോൾ ഇവൻ പറയാ, അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. He says that when I see that you are walking in the truth of the Holy Spirit, there is no greater joy. മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ട് അവിടെ പറയാണ്, നീ സത്യത്തിൽ നടക്കുന്നു. You are walking in the truth. മൂന്നാമത്തെ വാക്യം കുഞ്ഞെ കാണിച്ച്, മൂന്നാമത്തെ വാക്യം, സഹോദരന്മാർ വന്ന് റിപ്പോർട്ട് എന്താ നിന്നെ കുറിച്ച് പറയുന്നത്, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുക ഞാൻ അത്യധികം. What is the testimony about you? That your brothers are saying that you are walking in the truth. എനിക്ക് എന്റെ ജോയ് എന്ത്, എന്റെ പ്ലഷർ എന്ത്, നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ അകത്ത് വരുന്ന സന്തോഷം എന്താണ്? നിന്നെ കുറിച്ചുള്ള റിപ്പോർട്ട്, നീ സത്യത്തിൽ കാര്യം, നീ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. സത്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിൽ നീ നടക്കുന്നുള്ള റിപ്പോർട്ടാണ് നിന്നെ കുറിച്ച് കേട്ടത് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നിന്റെ പ്രാണൻ ശുഭമായിരിക്കുന്നു. അതുപോലെ തന്നെ നീ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ. Because the report I heard about you is that you are walking in the truth, and therefore your soul is well and you shall അഞ്ചാമത്തെ വാക്യം prosper in all ശ്രദ്ധിച്ചാട്ടെ, things. അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിച്ച ഇവന്റെ മറ്റൊരു ക്വാളിറ്റി, പ്രിയനെ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത. അപ്പൊ ഇവന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ, യു ഹാവ് എ ഹാർട്ട് ഓഫ് ഫോർ ഹോസ്പിറ്റാലിറ്റി. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന്, മറ്റുള്ളവരെ കരുതുന്നതിനകത്ത്, മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിന് അതിനൊരു ഹൃദയമുള്ളവനാണ്. The second quality that we see in Gaius is that he is faithful in serving others. അവന്റെ ഹാർട്ട് കണ്ടില്ലേ? Look at his heart. അവൻ ആരെ കണ്ടാൽ അതാണ് കിട്ടുന്നത്. നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും He is faithful. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ആരെങ്കിലും പുതിയതായിട്ട് വന്നാൽ അവർക്കും വേണ്ടിയും അധ്വാനിക്കുന്നവനാണ്. He is someone who works hard, not only for his own brethren, but even for strangers. സാധാരണഗതിയിൽ ഇതൊന്നും ആരും പറയാറില്ല. Nobody mentions these things. ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വാക്യം ഏതാണെന്ന് പൊതുവെയുള്ള സ്റ്റഡിയിൽ പറയുന്ന യോഹന്നാൻ 3:16 ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത്, ആരും ഗുണവും പിടിക്കുന്നില്ല. These are verses nobody preaches മതിലായ about. മതിൽ മുഴുവൻ നമ്മൾ എഴുതി വെച്ചു. ജോൺ 3:16 We only തന്റെ know John ഏകജാതനെ പുത്രൻ 3:16. വിശ്വസിക്കുന്ന ഒരുത്തനെ നശിച്ചു പോകാതെ തന്നെ ബാക്കിയോട് പറഞ്ഞേ, ലോകത്തെ സ്നേഹിച്ചു. അത്ര നമുക്ക് കാണാതറിയാം. അതുപോലെ പ്രസംഗിക്കപ്പെടുന്ന അല്ലെ പറയുന്ന മറ്റൊരു വാക്യമാണ് ഫിലിപ്പിയർ 4:19. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടെല്ലാം തീർക്കും. അത് നമുക്ക് മനസ്സിലായി. ഇത് രണ്ട് കാര്യവും വാസ്തവത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ? We know John 3:16 and Philippians 4:19, but truly എന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ട് തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തരം ക്രിസ്തയേശുവിൽ തീർത്തു തരുമെന്ന my God shall supply all your നാലാമത്തെ needs ഫിലിപ്പിയർ according to his riches in glory. ഫിലിപ്പിയർ 4 അധ്യായം മുഴുവനും പറയുന്നത് കൊടുത്താൽ കിട്ടുമെന്നായി പറയുന്നത്.
In fact, the summary of Philippians 4 is that if you give, you will get. ഇവിടെ നമ്മൾ 19 മാത്രമേ പറയത്തുള്ളൂ. But we are only talking about അതിന്റെ മുകളിലോട്ടുള്ള വാക്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ആദ്യം തുടങ്ങുന്ന തന്നെ സന്തോഷിപ്പീൻ കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷിക്കാനാണ് പറയുന്നത്. അതൊന്നും നമുക്ക് മനസ്സിലാക്കത്തില്ല. മുമ്പോട്ട് താഴോട്ട് വരുന്നവരുടെ മക്കതോനിയക്കാർ എങ്ങനെ സഹായിച്ചത്, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിലും എനിക്ക് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്നും തരണ്ട, എന്നാൽ നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് ഓർക്കുമ്പോൾ എൻ്റെ ദൈവം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ ഞാൻ പറയുവാണ്, നീ ആമേൻ ഹല്ലേലൂയ ആരുടെയും കണ്ണുനീരിനെ തുടയ്ക്കുവാൻ നിന്റെ സാമ്പത്തിക നന്മകളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് നിന്റെ ആമേൻ സമ്പത്തിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ട് അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. The real essence of chapter 4 of Philippians 4 is that it begins by saying rejoice, rejoice, and again I say rejoice. It talks about rejoicing when you give, and it goes on to say that how you must give as the Macedonian church gave, and then again Paul says if you give or no, I am content with what I have, and then he goes on to say that if you give this way, my God shall supply all your needs. അത്ര ഞാൻ പറഞ്ഞ മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒരു ക്ലാപ്പ് കൊടുത്തേ. അതിന്റെ പേരാണ് പകർച്ച എന്ന് പറയും. പകർച്ച. This is impartation. വേറെ വല്ലവരും ആയിരുന്നേ മുക്കി മൂളി ഇതെല്ലാം ഞരങ്ങി ഞങ്ങളിൻ പേർക്കായിരുന്നു എന്നൊക്കെ ഇരുന്നതിനുമായിരുന്നു. കണ്ടില്ല, ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞതല്ല, ഒറ്റ ശ്വാസത്തിൽ ജീനാമൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇന്ന് നിന്നോട് പറയുക, അഗപ്പറ്റോസ്, വാത്സല്യമുള്ളവളെ, നിന്റെ പ്രാണൻ ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭവും സുഖമായിരിക്കണമെന്നാണ് എന്റെയും പ്രാർത്ഥന. ഹല്ലേലൂയ. എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ഈ ദൈവത്തോടൊരു ബന്ധം ഉണ്ടായിരിക്കണം. And when you hear that my God shall supply all your needs, you need to have a ലൂക്കോസ് relationship. 6-ാം അധ്യായത്തിന് 38-ാം വാക്യം, എന്റെ ദൈവം എന്തോ ചെയ്യുന്നത്, അമർത്തി കുലുക്കി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ കൊടുത്താൽ, നീ കൊടുത്തപ്പോ കുറഞ്ഞു പോയെന്നല്ല, പക്ഷെ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിന്റെ മേൽ തരാൻ ഈ വഴികളെല്ലാം തുറക്കും. That's why, as it says in Luke 38, a good measure pressed down, shaken together. That doesn't mean what you've given is small, but God is able to give you much more than what you have നീ given. കൊടുത്താൽ നിനക്ക് കിട്ടുന്ന പോലെ നിന്റെ പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകും. As you receive, when എങ്ങനെ you give, പ്രാർത്ഥിക്കേണ്ടത്? even the prayers are answered. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. Pray with faith. പിന്നെന്ത് ചെയ്യേണ്ടത്? പുത്രന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കണം. Pray in the name of Jesus, the Son. വചനപ്രകാരം പ്രാർത്ഥിക്കണം. Pray according to the word of God. എന്തെങ്കിലും ബോധത്തിൽ വന്നത് ചുമ്മാ എന്തെങ്കിലുമല്ല പറയുന്നത്. എന്താണ് വചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിക്കണം. According to the word of God in the Holy Spirit. And I want to remind you, and your prayers will be answered. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുക തന്നെ ചെയ്യും. Your prayer shall surely be answered. അതിനായി ആഗ്രഹിക്കണം. You must desire ഒരു it. ഡിസയർ, നമ്മുടെ അകത്തൊരാഗ്രഹം വേണം, ഞാൻ പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി എനിക്ക് ഉണ്ടാകും എന്ന ചിന്ത നിനക്ക് വരണം. You must have a desire that if I pray, there will be an answer. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല പ്രാർത്ഥനകളും സഫലമാകാത്ത പ്രാർത്ഥനകളുണ്ട്. സഫലമാകാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥനയല്ലാതെ പോവുകയല്ല, അതെല്ലാം സഫലമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. I have prayed for so many people. Most of the prayers are fulfilled, but if some prayers are not fulfilled, that doesn't mean it will not be fulfilled. It's getting fulfilled. അതിനായി ആഗ്രഹിക്കണമെന്ന്. You must desire for it. സങ്കീർത്തനം 118-ാം സങ്കീർത്തനത്തിന്റെ നിന്റെ അകത്ത് ആഗ്രഹം വരുമ്പോൾ അത് നീ പോസ്റ്റ്പോൺ ചെയ്ത് അടുത്ത വർഷത്തേക്കോ അടുത്ത 10 വർഷം കഴിഞ്ഞോ ഒന്നുമല്ല കാണേണ്ടത്. 118 സങ്കീർത്തനത്തിന്റെ 24-25 വാക്യങ്ങൾ. Psalm 118:24-25. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന് ശുഭത നൽകണമേ. ഇന്ന് ശുഭത നൽകണം. മലയാള വേദോത്സവം നിങ്ങളുടെ കയ്യിരിക്കുന്ന വേദോത്സവത്തിലൊന്നും ഞാൻ ഈ പറയുന്നത്, അതിനെ വേദോത്സവം തുറന്നു പിടിച്ചാൽ അതിനകത്ത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. 1064 തെറ്റുകളാണ് ഈ മലയാളം വേദോത്സവത്തിൽ കിടക്കുന്നത്. പലതും അതിനകത്തില്ല. അതുകൊണ്ടാണ് ശ്രദ്ധയോടെ ഇരിക്കാൻ പറയുന്നത്. ഈ ഇന്നെന്ന് പറയുന്ന വാക്ക് അതിനകത്തില്ല മലയാളത്തിൽ. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുമ്പോൾ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് നൗ പ്രോസ്പെരിറ്റി എന്ന് എഴുതിയിരിക്കുന്നത്. അത് മലയാളത്തിൽ വന്നപ്പോൾ ഇല്ല. പിന്നെന്തു ചെയ്യും? നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും.
There are mistakes in the Malayalam Bible about this verse. It says, "This is the day that the Lord has made. We will rejoice and be glad in it. Save now, I pray. Oh Lord, I pray, send now prosperity." ഇത് കണ്ടില്ലേ, ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് POC ബൈബിളിന്റെ സഹായത്തോട് കറക്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന് ശുഭത തരണമേ. We want prosperity today, now. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 25th verse. It says, "Save now, I pray, O Lord. I pray, send now prosperity." Send now prosperity. ഇന്നെന്ന് പറയുന്ന ദിവസം നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ശുഭകരമായ കാര്യം സംഭവിക്കണം. Today something should happen that will prosper you. I beseech thee, O Lord, send now prosperity. ഇന്ന്, ഇപ്പോൾ, ഈ സെക്കൻഡിൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നീ കർത്താവിനോട് പറയണം. You must tell the Lord and ask the Lord that this moment, today, it will happen. അങ്ങനെ തരാൻ കഴിവുള്ളവനാണ് ഇവനെന്ന് നീ വിശ്വസിച്ച ഇപ്പോൾ, ഈ സെക്കൻഡിൽ, നാളെയല്ല, മറ്റന്നാളല്ല, അടുത്ത മാസമല്ല, അടുത്ത വർഷമല്ല, ഇപ്പോൾ എനിക്ക് വേണം. Not tomorrow, not next week or next year, now, right now. If you believe that he is able, he is. എന്തോ നിനക്ക് വേണ്ടിയത്? ശുഭത, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ ധാരാളിത്തം, ജീവന്റെ സമൃദ്ധി നിനക്ക് ഈ സെക്കൻഡിൽ വേണം. You need God's favor, the prosperity and abundance of his kingdom right now. Now എന്ന് പറയുന്ന വാക്ക്, ഇപ്പോൾ എന്ന് പറയുന്ന വാക്ക് നിന്റെ ജീവിതത്തിൽ പ്രാബല്യത്തിലെത്തണമെങ്കിൽ പ്രാർത്ഥനയെ നീ മടുത്തു പോകരുത്. You should not grow weary in prayer if it has to happen now. എന്തോ ആ വാക്ക് നൗ എന്ന് പറയും. ഇപ്പോൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തുവാ? അറ്റ് ദ പ്രസന്റ് മൊമെന്റ് ഓഫ് ടൈം. ഇപ്പോൾ, ഈ സെക്കൻഡിൽ, ഈ നിമിഷത്തിൽ എനിക്കത് സംഭവിക്കണം. Now means this moment, the very present moment, it has to happen in and my without life. any further delay. ഇനി ഒരു കാലതാമസവും വരാതെ ഇപ്പോൾ, ഈ സെക്കൻഡിൽ, ഈ മൊമെന്റിൽ എനിക്കത് സംഭവിക്കണം. Without any delay, it has to happen now. Now എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റിംഗ് പ്രസന്റ് മൊമെന്റ് ഓഫ് ടൈം. ഇപ്പം, ഇപ്പോൾ, അതാ നൗ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡിൽ. നമ്മൾ വേദപുസ്തകം വായിച്ചിട്ട് ഇപ്പോൾ എന്നുള്ള വാക്കും നമുക്കില്ല, ഇപ്പോൾ എന്ന് വായിച്ചാലും നമുക്കത് അറിയത്തുമില്ല. In our Malayalam Bible, the word now does not exist. Even if it exists, we don't even realize the meaning of it. ബൈബിളിനകത്ത് ഒത്തിരി വാക്കുകൾക്ക് ഇതാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം, അതിൽ നീ സന്തോഷിപ്പാൻ. ഇന്ന്, ഇപ്പോൾ, ഇതുവരെ നീ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ട് ഇപ്പോൾ. This is the day of the Lord's favor. This is the day of salvation. Now you must have it. വാക്യമറിയാം, നമുക്ക് വാക്യമറിയാം. എപ്പോഴെങ്കിലും, ഇപ്പോൾ, ഈ സെക്കൻഡിൽ, ഈ മൊമെന്റിൽ സംഭവിക്കണം. This moment it has to happen. ആമേൻ, ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 6:22. Romans 6:22. ആമേൻ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി, ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അവസാന നിത്യജീവനുമാണ്. ആമേൻ. നോക്കി, ഇപ്പോൾ, ഇപ്പോൾ എന്താ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ അടിമകൾ എന്നുള്ള വാക്ക് തെറ്റാണ്. അടിമകൾ എന്ന് വരേണ്ടത് ഡൂലോസ് എന്നുള്ള വാക്കാണ്. ഡൂലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി എന്നെ തന്നെ സ്ലൈവ് ആക്കി കൊടുത്തു. നിങ്ങൾ ദേവദാസിയോ കേട്ടിട്ടില്ലേ? ദേവദാസി എന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്നെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഞാൻ കർത്താവിന് ഒരിക്കലും എന്നെ ദാസനാക്കാൻ ഒക്കത്തില്ല. കാര്യം അവന്റെ രക്തം നൽകി എന്നെ വീണ്ടെടുത്ത് അവന്റെ പദവിയിലെത്തിയപ്പോൾ ഞാൻ ചെന്ന് പറയുകയാണ്, ലോർഡ്, ഐ വോണ്ട് ടു ബി യുവർ സെർവന്റ്. നിന്നെ ബോണ്ട് സെർവന്റ് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങയുടെ പാദത്തിൽ ഇരുന്നാൽ മതി, വേറെ ഒരു പണിക്കും എനിക്ക് പോകണ്ട എന്ന് പറയുന്നത് എന്നെ അങ്ങനെ ആക്കി. ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി. ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ച്. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണെന്നറിയാം? ഇപ്പോൾ, ഈ മൊമെന്റിൽ, ഈ സെക്കൻഡിൽ. അത് പണ്ട് എഴുതിയാന്ന് പറഞ്ഞോണ്ടിരിക്കരുത്. 2000 കൊല്ലത്തിന് മുമ്പേ റോമാസഭയോട് പൗലോസ് പറഞ്ഞാൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ നീ പാപത്തിൽ നിന്ന് മോചിതനായി ദൈവത്തിന്റെ കൂട്ടാളിയായി ഇരിക്കുമ്പോൾ നിനക്ക് വിശുദ്ധീകരണം, അവസാനം നിത്യജീവനുമാ. The verse says, now having been set free from sin, അതിന്റെ റിസൾട്ട് എന്തുവാ? and having become slaves to God, you have the fruit to holiness and the end everlasting life. കണ്ടില്ലേ നമുക്ക് ലഭിച്ചത് എന്തുവാ? What have you received? ഇപ്പോൾ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട നിനക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധീകരണമാ. അങ്ങനെയാണെങ്കിൽ അതിനകത്തിരിക്കുന്നത് നിത്യജീവനാ. And then inside that is eternal life. നീ പാപിയല്ല, നീ ദൈവത്തിന്റെ സ്വന്തമാ. You are not a sinner, you belong to God. നിനക്കിത് മനസ്സിലാകാത്തോണ്ടാ നീ തെക്കുമടക്ക് നടക്കുന്നത്. You don't realize it, that's why you're wandering. ഇപ്പോൾ now you are a child of God.
Right now, You are holy. നീ വിശുദ്ധനാണ്. നീ നിത്യജീവന്റെ അവകാശിയാണ്. partaker of eternal life. അവിടെ ഇരുന്നോണ്ട് പറ, ഞാൻ ദൈവത്തിന്റെ വകയാണിപ്പോൾ. I belong to God. Say അവിടെ ഇരുന്ന് വാ തുറന്ന് പറ. രണ്ടുപേര് പറയണം. Open your നീ mouth. വാ തുറന്ന് പറ, ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ വകയ സ്വന്തമാ. I belong to God. ഹല്ലേലൂയ. എന്നെ അതിൽ നിന്ന് ആർക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. കണ്ട് പൗലോസ് പറയുന്നത് കേട്ടല്ലോ, ആമേൻ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ദൈവത്തിന്റെ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ഇപ്പോൾ വേർപിരിക്കാൻ കഴിയത്തില്ല. That's why Paul says, nothing can separate me from the love of God because I belong to God. No principalities, no powers, no heights, no death, no life, nothing can separate റോമർ me. 8 ആമേൻ ഹല്ലേലൂയ ആമേൻ 31 വാക്യം 37 വാക്യം. ഒന്നിനും എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. Nothing can separate me from കാരണം എന്നറിയാമോ, God's love. അവൻ ഇപ്പോൾ എന്നുള്ള നൗ എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്നും എനിക്ക് തന്നിരിക്കുക. Because God has given me this word now, even now. എബ്രായർ 9:26 കാണാം നമുക്ക്. Hebrews 9:26. ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. ആ കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചു, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ വായിച്ചു. ലോകാരംഭം മുതൽ പല പ്രാവശ്യം അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. കാലത്തിന്റെ പൂർണ്ണതയിൽ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ ഒരിക്കൽ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധ, നിങ്ങളുടെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന ലോകാവസാനം എന്നൊരു വാക്കുണ്ടോ? ഇന്നെങ്കിലും ചുമ്മാ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കാതെ ഇന്നെങ്കിലും തലയൊന്ന് തുറന്ന് ലോക അവസാനം എന്ന് പറഞ്ഞ ന്യായപ്രമാണ കാലഘട്ടത്തിന്റെ അന്ത്യമെന്ന അർത്ഥം. ഈ ജീവിക്കുന്ന ലോകം തീർന്നു പോകുന്നത് ചുമ്മാ ഇരുന്ന് പോഷത്തരുത് പറയരുത്. ലോകമെന്ന് പറയുന്നത് അയോൺ, AION എന്നുള്ള ഗ്രീക്ക് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്ന. അത് തീർന്നു പോയെന്ന് എഴുതിയിരിക്കുന്നത്. The word that says end of ages doesn't mean the world is all going to come to an end. നോർമൽ ബൈബിൾ കാണിച്ചേ മോളെ, നോർമൽ സാധാരണ ബൈബിൾ കാണിച്ച് അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ, അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട്. അർത്ഥം എന്തുവാ? യേശു കുരിശിൽ മരിക്കുമ്പോൾ ലോകം അവസാനിക്കുന്നു. Which means when Jesus died on the cross, the end of the ages came. എന്താ സംഭവിക്കുന്നത്? ലോകം എന്ന് പറഞ്ഞ നമ്മളീ പറയുന്ന വേൾഡ് ഹാസ് കം ടു ആൻ എൻഡ് എന്നല്ല, ലോകമെല്ലാം കൂടെ തീർന്നു പോയെന്നല്ല അതിന്റെ അർത്ഥം. ന്യായപ്രമാണ യുഗം അവസാനിച്ചു, പിന്നെ ആരംഭിച്ചത് കൃപായുഗമാണ്. End of ages means the end of the era of law and then the grace era opens up. ഇവിടെ അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ എന്ന് പറയുന്നതാണ് ഇപ്പോൾ. നൗ എന്ന വാക്കവിടെ വരേണ്ടത്. എന്നാലെന്നാ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ ലോകാവസാനത്തിൽ കണ്ണു തുറന്ന് കണ്ട് ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പരിഹാരം വരുത്തുവാൻ ഒരിക്കലായി പ്രത്യക്ഷനായി. മരിച്ചോ ഇല്ലയോ? യേശു യാഗമായി തീർന്നോ ഇല്ലയോ? യേശു യാഗമായോ? Did Jesus become a sacrifice? ഹലോ, നിങ്ങളോട് ചോദിച്ചു, യേശു മരക്കുരിശിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നോ? Did Jesus become a sacrifice? അങ്ങനെയാണെങ്കിൽ ലോകം അവസാനിച്ചെന്ന്. If so, end of ages. നിന്നെ ഒരു പ്രമാണത്തിനും പിടിക്കാനൊക്കത്തില്ല. നീ സ്വതന്ത്രനായി, നീ കൃപയ്ക്ക് അധീനനായി തീർന്നു. No law can hold you. You are free. അതുകൊണ്ട് ഇപ്പോൾ നീ മനസ്സിലാക്കിക്കോണം, നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസമായത്. Therefore you must understand, now is the time of your freedom. Hallelujah. യേശു ഒരിക്കൽ പ്രത്യക്ഷനായ ഈ ലോകം അതുവരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിന് പരിയാപ്തി വരുത്തുവാനാണ്. Jesus put an end to the age or the era that was there till then. ആ പ്രത്യാശ നമ്മുടെ അകത്ത് വരാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്തായാലും നമ്മുടെ മുഖം തന്നെ കോഞ്ഞാട്ട പോലിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഉറപ്പില്ല, ധൈര്യമില്ല. We don't have that confidence. That's why our face is still. അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടിക്കരുത്. കാര്യം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്തുവാ, നമ്മൾ കുഴപ്പക്കാരാന്നല്ല. നീ കുഴപ്പക്കാരനാണെന്ന് നിന്നേക്കാളും കൂടുതൽ അറിയാവുന്നത് അവനാ. സ്വന്തം നിന്റെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ അറിയാം നീ ഭയങ്കര കുഴപ്പക്കാരനാണ്. Your heavenly Father knows that you are not at all good. പക്ഷെ നിന്റെ കുഴപ്പങ്ങളെ പുത്രന്റെ രക്തത്താൽ മറച്ചു പിടിച്ചിട്ട് നിന്നെ മാറോട് ചേർക്കുന്നവനാണ് ഈ സ്നേഹനിധിയായ പിതാവ്. നീ അറിയണം. God knows that you're problematic, but because of the love of the Son, He's covered all your iniquities. നീ നിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നവനാണെന്ന് പിതാവിനറിയാം.
God knows that you're selfish. പക്ഷെ എന്നാലും അവൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്. But even then he loves you. എന്തുകൊണ്ട് സ്നേഹിച്ചതറിയാം? അവൻ അവന്റെ പുത്രനെ അയച്ചത് നിന്നെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. Because he sent his son to save you. റോമർ 15:13. റോമർ 15:13. Romans 15:13. ഇവിടെ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകണം. We need to have a hope. എപ്പോഴാ പ്രത്യാശ വരേണ്ട? ഇപ്പോൾ. Now we need to have the hope. ഇപ്പോൾ. Right now. ഇപ്പോഴാ പ്രത്യാശ. വായിച്ചട്ടെ. ഇപ്പോൾ പ്രത്യാശയുടെ ദൈവം, ഇപ്പോൾ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. Now may the God of hope fill you with all joy and peace. Now ഇപ്പോൾ നിന്നെ സ്വർഗീയമായ സന്തോഷത്താലും സമാധാനത്താലും ഈ പ്രത്യാശയുടെ ദൈവം നിനക്കറിയത്തില്ലെങ്കിലും നിന്നെ നിറയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥനയാ. May now the God of hope fill you with all joy and peace. ആമേൻ. ഹല്ലേലൂയ. ഈ ജോയ് ആൻഡ് പീസ് എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറഞ്ഞാൽ, പീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആബ്സെൻസ് ഓഫ് മെന്റൽ സ്ട്രെസ്. മനസ്സിനകത്തെ പിരിമുറുക്കങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. Peace is absence of mental stress. ആൻസൈറ്റി, ഉത്കണ്ഠയോട് ജീവിക്കുക, ആകുലതയിൽ ജീവിക്കുക, അത് സമാധാനം എന്ന് പറയാൻ ഒക്കത്തില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് സമാധാനമുള്ള വ്യക്തി. If you are living in anxiety and stress, there is no peace. അതുകൊണ്ടല്ലേ ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ 4:6 എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കട്ടെ. കാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഗാരിസൺ എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു പട്ടാളം മുഴുവനും, ഒരു റെജിമെന്റ്, ഒരു ബറ്റാലിയൻ മുഴുവനും നീ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ സൂക്ഷിക്കുക, അതുപോലെ സ്വർഗം നിന്നെ സൂക്ഷിക്കുകയാണ്. That's why it says in Philippians 4:6, let the peace of God that passeth all understanding guard your heart in Christ Jesus. The word God is garrison, which means even if there is a troop that comes against you, you are guarded. Hallelujah. നമ്മൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ അറിയാൻ തോന്നും. ഒന്നുമില്ല, നമ്മൾ കാണിക്കുന്ന എല്ലാ അബദ്ധങ്ങളാ. പക്ഷെ ഇവൻ നമ്മളെ സൂക്ഷിക്കുന്നവനാണെന്നുള്ള പ്രത്യാശ നിന്റെ അകത്ത് ഇപ്പം വന്നാൽ നീ രക്ഷപ്പെട്ടെന്ന് അർത്ഥം. You think that you know everything, but if you have this hope that God of hope will ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ ദൈവത്തിന്റെ ആ പ്രത്യാശയാൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ. അതിപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. I pray right now, because of the hope that we have in God, let there be a solution to all your problems. Let them move away. മക്കളെ, നാളെ പോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പൊ നീ പ്രാർത്ഥിക്കണം, ഈ സെക്കൻഡിൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ. Not tomorrow, but this second there has been. നാളെ ഡോക്ടർ നോക്കിയിട്ടല്ല പറയേണ്ടത്, ഇപ്പോൾ നീ വിശ്വസിക്കണം, ഡോക്ടറിനേക്കാളും വലിയ ഒരുവൻ എന്റെ അകത്തുണ്ട്. അവൻ ഇപ്പോൾ ഈ നിമിഷം എന്നെ സൗഖ്യമാക്കുന്നു. Not tomorrow, but there is someone greater than the doctor who can heal me this moment, right now. നിനക്ക് അസുഖം വരുമ്പോ നീ ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കുമായിരിക്കാം. അത് കഴിക്കണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം. പക്ഷെ അത് കഴിക്കുന്നതിനേക്കാൾ മുമ്പിൽ നീ പറയണം, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അടിയേറ്റ് മരിച്ച് കുരിശിൽ തകർക്കപ്പെട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനാണെങ്കിൽ അവന്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായി. When you are unwell, you may swallow a tablet, but before that you must say that someone has died for me on the cross, and by his stripes I am healed. If you believe that, you are healed. വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന്റെ അപ്പുറത്ത് നീ വരാൻ ആഗ്രഹിച്ച ഇപ്പോ ഈ സെക്കൻഡിൽ ഈ സമയം നിന്റെ മേൽ അത്ഭുതങ്ങൾ നടക്കും. If you have a desire right now, this second, a miracle will happen in your life. ബൈബിൾ എത്രയോ പ്രാവശ്യം പറയുന്നു, ഇപ്പോൾ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രധാന കാലം. Right now, this is the day of salvation. ഹല്ലേലൂയ. അവൾ ചോദിക്കുക, എപ്പോഴാ കർത്താവേ, എപ്പോഴാന്ന് പറഞ്ഞ് ചോദിച്ചല്ല ഇരിക്കുന്നത്, ഇപ്പൊ എനിക്കത് വേണം. Send your prosperity now. Tell the Lord, send your prosperity നീ now. എന്റെ പ്രാണൻ ശുഭമായിട്ടായിരിക്കുന്ന, എന്റെ പ്രാണൻ നന്നായിട്ടായിരിക്കുന്ന, പക്ഷേ നിന്റെ അനുഗ്രഹങ്ങൾ, നിന്റെ സമ്പത്ത്, നിന്റെ ആരോഗ്യം ഇപ്പം പറ, എന്നോട് ചേർന്ന് പറ, ഇപ്പം. നീ നാളുകളായിട്ട് പറഞ്ഞ അതിനെ ഇട്ട് ഓമനിച്ചോണ്ടിരിക്കാതെ ഇപ്പം. Right now I want your prosperity.
ഓ, എവിടെയൊക്കെ ഇതിനകത്ത് എവിടെയൊക്കെയോ സൗഖ്യം ഒഴുകിയാണ്. യേശുവിന്റെ നാമത്തിൽ കൈകളെ തട്ടി നീ ആ സൗഖ്യത്തെ സ്വീകരിച്ച് നിന്റെ ഹല്ലേലൂയ അറ്റുപോയതിന്റെ മേൽ ഷാർമനി അലാസിയാധുന റിഗൽ കമന റഗലെ ഇപ്പോൾ തന്നെ ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ലിയാലിയ ഖബറോ സിയാന്ധന റിമന റഗൽ ധരെ ആമേൻ. ഹല്ലേലൂയ. നീ ഔദി എടുത്തത് മതിയാക്കി ഇപ്പം 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 ഇപ്പോൾ ഇപ്പോൾ send now. Send your prosperity right now. Send it now. പറ, ഇത് വാശിയ. Lord, send it right now. കർത്താവിനോട് പറഞ്ഞു, കർത്താവിനോട് പറ, അപ്പ എനിക്ക് ഇപ്പം വേണം. Don't give up. Tell the Lord right now, I need it. ഓ, ദൈവിക സമാധാനത്തിൽ നിന്റെ സകല പ്രശ്നങ്ങൾ ഇപ്പൊ മാറിപ്പോട്ടെ. In heavenly peace, all your problems will vanish. നിങ്ങള് speak മാഷിയാസ്മന റിഗൽതനെ ലിയാഖമന റഗൽതുനി അർദ്ധം ദേരി ബരാശിമൽ ഖമന റഗൽ Ask the Lord. Ask the ലിയാഖം Lord. സോർ യാദുന റഗൽ Open your mouth. ലിയാഖം സേരി യാദൽ ഖമന റിബലി പ്രബർ റമന ശിമൽ ഖമന റഗല ജൂഡാദാന ഹസിയാദുല റമൽ ഖമന റിഗൽതനി. യെസ്, ഒഴുകട്ടത് യേശുവിന്റെ ഇന്ന് വരെ തടസ്സപ്പെട്ട് കിടന്നത് നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. Let your bondages be loosened. നിന്റെ മനസ്സിനെ പിടിച്ച ബന്ധനങ്ങൾ അഴിയട്ടിപ്പോ. All the bondages of your mind be loosened. ഹല്ലേലൂയ. Hallelujah. നിന്റെ വീട്ടിനകത്തെ ഒഴിയാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ഒഴിഞ്ഞു മാറട്ടെ. The constant problems in your house be removed. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറട്ടിപ്പോൾ. Financial troubles end. നിന്റെ കടങ്ങൾ മാറിപ്പോകട്ടിപ്പോൾ. All your debts be gone. നിന്റെ മുന്നേറ്റമില്ലായ്മ മാറട്ടിപ്പോൾ. Everything that stops your progress be gone. Hallelujah. ഇപ്പം തന്നെ ശുഭവചനത്താൽ നിറച്ച് ശുഭവചനം. Fill your heart with good matters. Even now, Fill your heart. Fill your heart with all good matters. Fill your heart with good things. Sakala ramana shigaltana rima kamani anahasiyadan duralagal kamana ragala shimal kamana ragala. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. Jesus be healed. സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. Jesus name സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. Jesus name be ലിയാദന റിബാറ മസികല റഗൽ ശമന റഗല ദിഗല. നിങ്ങള് ഒരു ദിവസം അങ്ങോട്ട് കയറി നിന്ന് കർമ്മേലിന്റെ മേൽ തീ ഇറക്കിയ ആളൊന്നുമല്ല ഏലിയാവ്. Elijah did not. ചുമ്മാ അങ്ങോട്ട് ഒരു ദിവസം കയറി ഇന്നപ്പോ അങ്ങ് തീ ഇറങ്ങിയെന്ന് വിചാരിക്കരുത്. Don't think that fire on Carmel mountain came in one day. അയാളൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. He was a man of prayer. നിങ്ങൾ ഓർത്തു നോക്കിയേ, സാരാഭാത്തില് അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് 3.5 കൊല്ലം ക്ഷാമം തീരുവോളം He went to the house of the widow of Zarephath. അവരുടെ കലത്തിലെ മാവ് കുറഞ്ഞില്ലെന്ന്. And the flour in her barns did not come to an end. നിങ്ങൾ വിചാരിച്ചോ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചാന്ന്? It did not happen in a day. അവൻ ദൈവത്തോടു കൂടെ ചേർന്ന് നടന്നപ്പോൾ When he walked closely with the Lord, ആ വീട്ടിനകത്താണ് പ്രവചന ശബ്ദം വന്നത്. the prophetic word came to that house. അവര് ചാകാനിരിക്കുമ്പോ പ്രവാചകന്റെ പ്രവചന ശബ്ദം വീട്ടിനകത്ത് വരികയാണ്. നീ നോക്കിയപ്പോൾ തീർന്നുവോ എന്ന് പറഞ്ഞ കലത്തിലെ മാവില്ലേ, അത് തീരത്തില്ല. Those people wanted to end their life, but then the word of the prophet comes. The flour and the oil in the house never run dry. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ അമ്മച്ചി കണ്ടത് തീർന്നു പോകുന്ന മാവാണെങ്കിൽ പ്രവചന ശബ്ദം എന്താണെന്നറിയാമോ? നീ കണ്ടതുപോലെ തീരത്തില്ല, ഇനി അത് തീരണമെങ്കിൽ ഞാൻ പറയണം തീരണമെങ്കിൽ. This woman saw the flour that was coming to an end, but the prophetic word saw something that never comes to an end. ഇപ്പോൾ ആ പ്രവചന ശബ്ദം സ്വീകരിച്ച് ഇപ്പോൾ Right now, receive that word of prophecy. നീ പറയുവാണ് തീർന്നു പോകുമെന്ന്. നിന്റെ മാവ് തീരത്തില്ല. Your flour will never come to an end. നിന്റെ ഭരണിയിലെ എണ്ണ തീരത്തില്ല. The oil in your jar will never run dry. നിന്റെ വീട്ടിനകത്ത് മരണം നടക്കുകയില്ല. There will not be death in your home. കേട്ടെ, അന്ന് മരിച്ചിരുന്നെങ്കിൽ
അന്ന് മരിച്ചിരുന്നെങ്കിൽ നിനവെ പട്ടണത്തിലെ 1,20,000 പേര് ചത്തുവരെ. If death happened in that house that day, 1,20,000 people would have died in the city of Nineveh. അന്ന് അമ്മയും ഈ കുഞ്ഞും ചാകാഞ്ഞോണ്ട് ഈ കുഞ്ഞ് വളർന്നു വന്നപ്പം പ്രവാചകനായ യോനയായിട്ട് മാറി. This son did not die and he became the prophet Jonah. അതുകൊണ്ട് നിനവെ പട്ടണത്തിനകത്ത് മരണം സംഭവിച്ചില്ല. Therefore there was no death in the നീ city of പ്രവചന Nineveh. ശബ്ദത്തെ പിടിച്ചാൽ നിനക്ക് മരണം സംഭവിക്കത്തില്ല. നീ അനേകരെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവരായി തീരും. If you receive the prophetic word, you will not die. You will save many from death. അതുകൊണ്ട് പറയാം, I will not die. I will live and declare his works. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്നു ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. I will not die and I will live and declare the works of the Lord. മനസ്സിലാവുന്നുണ്ടോ? പ്രവചനം പിടിച്ചെടുക്കണം. Take hold of the prophetic word. ഇന്ന് കാക്ക വന്നു, ഇനിയും വരുമോ നാളെ? അവന് കൺഫ്യൂഷൻ ഇല്ല. The raven came today. കാക്ക അപ്പോ ഇറച്ചിയുമായിട്ട് വരുന്നവരന് ഇന്ന് വന്നു ഇനിയും നാളെ അങ്ങാണം വന്നെങ്കിലായി. അവന് കൺഫ്യൂഷൻ ഇല്ല. അവൻ പറഞ്ഞു, ഇന്ന് ദൈവമാണ് അയച്ചെങ്കിൽ നാളെയും അയക്കുവാൻ അവൻ മതിയായവൻ. He has no confusion whether the raven will come tomorrow. He is able to send the raven as he sent yesterday. അവനെ വേദപുസ്തകം വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇവൻ പ്രാർത്ഥന മനുഷ്യനായതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഇവനെ കുറിച്ച് ദി സ്പിരിറ്റ് ഓഫ് എലൈജ, ഏലിയാവിന്റെ വേദപുസ്തകത്തിനകത്ത് ദൈവത്തോടുള്ള ബന്ധത്താൽ നടക്കുന്നവനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ദ സ്പിരിറ്റ് ഓഫ് എലൈജ, ദ മെഷർ വാട്ട് ഹി ഹാഡ്. അവന് അത്രയും ഉണ്ടായിരുന്നു എന്നോടുള്ള ബന്ധമെന്ന് കാണിക്കുന്ന അതേ അളവിൽ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. That's because Elijah had such a powerful walk with the Lord. In the New Testament, in Luke, it is mentioned about John the Baptist that the spirit of Elijah was upon him. ഇന്ന് കാക്ക വന്നു. Today the raven came. ആൻസൈറ്റി എടുത്ത് കളഞ്ഞോണം. ഉത്കണ്ഠ നിന്റെ മാറ്റിക്കോണം. നാളെയും കാക്ക വരും. Tomorrow നാളെയും കാക്ക വരും. will come. ഇന്ന് എനിക്ക് ഇച്ചിരി പൈസ കിട്ടി, അതുകൊണ്ട് തീരത്തില്ല. നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്നാളും ആമേൻ നിന്റെ മേൽ അത് ഒഴുകുവാൻ ഇപ്പോൾ send now that prosperity. ഇപ്പോ എന്റെ മേൽ അത് അയച്ചു. Pray that the Lord will send now the prosperity. Hallelujah. Tomorrow and day after, and it keep ഉള്ള വസ്തുവിടെ പോക്കാന്നല്ല നീ പറയേണ്ടത്. ഉള്ളത് പോകാതിരിക്കാനുള്ളത് അവൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് വർദ്ധിക്കാനുള്ളത് അവൻ ചെയ്തിട്ടുണ്ട്. It's not that you will lose what you have, but he has done something that you will not lose. ഞാൻ നശിച്ചേ പോകത്തുള്ളൂ, ഞാൻ തകർന്നേ പോകത്തുള്ളൂ. നോക്കിക്കോണം എന്റെ ഗതി കണ്ടു. അങ്ങനെ നീ പറയാനല്ല ഇന്ന് രാവിലെ പ്രവചന ശബ്ദം നിന്റെ മേൽ വരുന്നത്. ഇന്ന് ഇപ്പോൾ എന്ന് പറയുന്ന സമയം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കണം. Never say that I am going to be destroyed. The prophetic word is coming to you so that it will happen right now. ഹല്ലേലൂയ. ഇപ്പോൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിനക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം നിന്റെ മേൽ ഒഴുകണം? How many of you desire that? കരമൊക്കെ ഉയർത്തി സ്വീകരിച്ചെടുക്ക. ആ പറഞ്ഞ പ്രവചന ശബ്ദം എന്റെ മേൽ ഒഴുകട്ടെ. എനിക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം ഇപ്പോൾ ഒഴുകട്ടെ. Let the prophetic word flow through me. Let the blessing that I need flow into me. For that you have to have personal daily experience in prayer. പ്രാർത്ഥനയിൽ പ്രായോഗികമായിരിക്കുന്ന ഒരു കാര്യം നിനക്കുണ്ടാകണം. For this to happen, you need to have a daily, personal, practical experience. നമ്മുടെ കുഴപ്പം എന്നറിയാം, നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കും, അടുത്ത ദിവസം മറന്നുപോകും പ്രാർത്ഥിക്കാൻ. We pray one day and forget the next day. ഈ ജോർജ് മുള്ളറിനെ കുറിച്ചൊക്കെ പറയുന്നത്, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല. അദ്ദേഹം ഇങ്ങനെ കൺവെൻഷൻ ബ്രാസിങ്ങനൊന്നും അല്ല, നമ്മുടെ ആൾക്കാരുടെ കാര്യം പറഞ്ഞു പോലെ. You might have heard of George Muller. അയാൾ ഈ ഓർഫനേജ് ഒക്കെ തീർത്തി 1000 പിള്ളേർ അയാളുടെ ഓർഫനേജിലുള്ളത്. Thousands were in his orphanage. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കിനകത്തൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ള ബുക്ക് ആ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ആരെങ്കിലും പോയി കണ്ടിട്ട് എന്നോട് കൂടെ പറയണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് 10,000 പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചെന്നാ. 10,000. In England, in a museum, it is written of him that he received answers to thousands of prayers. 10,000 പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാ അത് പ്രാർത്ഥിച്ചത്, അത് എപ്പോഴാണ് നടന്നത്, അതെല്ലാം എഴുതി വെച്ചിരിക്കുക. Which means he's written 10,000s of prayer lists. He prayed the time in which he prayed, when the answer came. It's all written. ആളില്ല, മരിച്ചുപോയി. അവസാനം എഴുതിയിരിക്കുകയാണ്, എന്റെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല.
And then at the end he says some prayers are not answered. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. But I know one thing. എൻ്റെ ദൈവത്തിന് ജോർജ് മുള്ളറിനെ അറിയാം. My God knows George Muller. പേഴ്സണൽ ഇന്റിമസിയിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എൻ്റെ പ്രാർത്ഥനകൾ അവൻ സഫലമാക്കും. Therefore even if I die my prayer will be fulfilled. മനസ്സിലായോ? അല്ല, മരിച്ചതിന് ശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷം ആ പ്രാർത്ഥനകളെല്ലാം സഫലമായി. After he died these prayers എന്ന് പറഞ്ഞാൽ നീ മരിച്ചാലും നിന്റെ പ്രാർത്ഥനകൾ മരിക്കത്തില്ല. നിനക്ക് പ്രാക്ടിക്കലായ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ നീ ജീവനോടെ ഇല്ലെങ്കിലും നീ പ്രാർത്ഥിച്ച വിഷയം. അതുകൊണ്ട് തലമുറയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നത്, നിന്റെ ദേശത്തെ അനുഗ്രഹിക്കാൻ, നിന്റെ കൂട്ടത്തെ അനുഗ്രഹിക്കാൻ പറയുന്നത്, നിന്റെ ആബ്സെൻസിലും അവന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. Even if you die, if you have a relationship with the Lord, your prayers will be answered. That's why I say bless your generation, bless the land, they will be blessed. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ പി ജി വർഗീസ്. I love the man PG. അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറഞ്ഞൊരു കൊച്ചു പുസ്തകം എല്ലായിടത്തും അവൈലബിൾ ആണ്. അവിടെ ഏത് മീറ്റിംഗ് നടന്നാലും അവിടെ എല്ലാം കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടുന്ന. There is a small booklet by him, Keys to Miracles. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു സാക്ഷ്യം അതിനകത്ത് എഴുതിയിരിക്കുന്ന വായിച്ച് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. There was a small testimony he's written in that I got inspired. തിരുവനന്തപുരത്തെങ്ങാണ്ട് എവിടെയോ പ്രസംഗിക്കാനാണ്ട് ഇദ്ദേഹത്തെ വിളിച്ചു. Someone called him into Trivandrum to preach. അപ്പൊ തലേദിവസം രാത്രിയിൽ അവിടെ താമസിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ജുബ എടുത്ത് ഇട്ടപ്പോൾ ഈ ജുബയുടെ ബട്ടൺസിൽ ഒരു ബട്ടൺസ് കാണാനില്ല. So he stayed overnight someplace. Next day morning he got ready to wear his kurta. One of the buttons on his kurta was missing. അതിങ്ങനെ കയറ്റി വെക്കുന്ന ടൈപ്പ് സാധനമാണ്. അത് കയറ്റി വെക്കുന്ന ടൈപ്പ് അതില്ല. അതിൽ വൃത്തിയാണ്. അപ്പൊ അദ്ദേഹം അവിടെ എന്നോട് പറഞ്ഞു, എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാൽ ഞാൻ അവരുടെ ഭൂമിയിൽ ഈ ബട്ടൺസ് ഇല്ല നിന്ന വൃത്തിയേടല്ലേ, ദൈവമേ എനിക്കൊരു ബട്ടൺസ് തരൂ. So he said, when I stand before the crowd to preach, if this button is missing, it looked awkward. God, give me one button. പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങി കാറയിലോട്ട് കയറാൻ തുടങ്ങി ഉടനെ താഴെ കിടക്കുന്നു അതേ ബട്ടൺസ്. He prayed, he got out on the floor, there was this button. കുഞ്ഞെ, ഒരു ബട്ടൺസിന് വേണ്ടി പ്രാർത്ഥിച്ചാലും നിന്റെ ദൈവം നിന്നെ നാണം കെടുത്തത്തില്ല. Even if we pray for a button, your God will not put you to shame. നമ്മളെന്താ ചെയ്യുന്നറിയാ? ആ രൂപ ഊരിട്ട് വേറെ രൂപ എടുത്തിടും. What do we do? നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാം? നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒത്തിരി ഉണ്ട്, കാര്യങ്ങൾ വേറെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ അകത്ത് ബോധ്യമില്ല. What do? We will remove that kurta and wear something else because we have too many options. We don't want to pray. മനസ്സിലായോ? പലതും ഇങ്ങനെ ഇരിക്കുകയല്ലേ. അതുകൊണ്ട് പറയാം, പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. നിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ശൈലിയായാൽ നിനക്കറിയാം, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, എന്റെ കുഞ്ഞാ എന്നോട് പറഞ്ഞത് ഞാൻ അവന് സാധിച്ചു കൊടുക്കും. When prayer becomes your lifestyle, God would think, my child has asked for me, I will do it for him. ഹല്ലേലൂയ. Hallelujah. അതങ്ങനെ ആ ബന്ധമായിരുന്നു ഏലിയാവിനുണ്ടായിരുന്നത്. Such a relationship Elijah had. ഏലിയാവ് നിൽക്കുന്ന കാലഘട്ടം അറിയാം. ആഹാബ് ഇസബേൽ ഭയങ്കര മന്ത്രവാദികളെല്ലാം കൂടെ അവിടെ മുഴുവൻ ഇസ്രായേൽ ദേശം മുഴുവനും കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുക. The period where Elijah existed was a time of King Ahab and Jezebel, where there were so many witchcraft and the entire Israel was in such a tragic state. ഈ ദൈവത്തോടുള്ള പ്രാർത്ഥനാ ബന്ധത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ നിനക്കറിയാം, ഇപ്പോൾ കർമ്മേലിൽ തീർന്നു. When the entire crowd is against God, but you are standing in relationship with the Lord, pray right now for ഒരു ദിവസം രാജാവിനെ ഇസബെലിനെ പേടിച്ചോടി ചത്താമതി എന്ന് പറഞ്ഞ് ഇരുന്ന നീ 450 പ്രവാചകന്മാരെ ഒറ്റ വാളുകൊണ്ട് വെട്ടിക്കൊല്ലണമെങ്കിൽ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക ശക്തി എന്താണ്? One day you ran away fearing the king, but one day you killed 450 prophets of Baal with one sword. What is the kind of power that is in you? And his confidence with God was so strong. എന്തോ ഒരു ഉറപ്പ് അവൻ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ. Elijah had such a confidence in the Lord. നിങ്ങളത് ഓർത്ത് വയ്ക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണോ ഉള്ളത്? അത് നിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ. Do you have ഒരു such a ഉറപ്പുമില്ലാത്തവന്റെ confidence? പ്രാർത്ഥനയത്. ദൈവഹിതം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്, ദൈവഹിതമാണെങ്കിൽ നടക്കട്ടെ. ഉറപ്പില്ല, നിനക്ക് കുറിപ്പിന്റെ ഉറപ്പ് പോലും ഇല്ല. Do you have such confidence like Elijah when you pray, or do you just leave it off saying, if it is God's will, let it happen? ഏലിയാവിന്റെ ചങ്കൂറ്റം no കണ്ടോ? confidence. ഏലിയാവിന്റെ ചങ്കൂറ്റം കണ്ടോ? Look at the confidence of Elijah. ഇസ്രായേലിൽ ആരുമില്ലെങ്കിൽ ഞാനുണ്ടെന്ന്.
Even though there is none in ഈ Israel, ഇസ്രായേൽ I am there. രാജ്യത്ത് ഈ അവൻ പിശാചിന്റെ കയ്യിൽ നിന്ന് ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഞാൻ ഒരുത്തൻ മതിയെന്നു. One man is enough to deliver Israel from the enemy. ഹല്ലേലൂയ. നിങ്ങൾ ചർച്ചയിൽ വരുമ്പോൾ ചർച്ചിനകത്ത് പല കുഴപ്പങ്ങൾ കാണും. Today there may be many problems in the church. അപ്പൊ ചർച്ച വിട്ടല്ലേ പോകേണ്ടത്. ഞാൻ ഒറ്റ ഒരുത്തം എല്ലാം തകരാറി കിടക്കും. ഞാൻ ഒറ്റ ഒരുത്തം നിന്ന് കർത്താവെ ഇടിവിൽ നിന്നാ മതി, ഇതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ആമേൻ ശരിയാകും. Don't leave the church. One person is enough to repair everything in this church. ഹല്ലേലൂയ. Hallelujah. അങ്ങനല്ലേ വേണ്ടിയത്. കുഴപ്പമെന്നു വെച്ചാൽ കൂടുമാറി കളിക്കുക. You are going between churches. ഞാൻ ഐ എം നോട്ട് അറ്റ് ഓൾ ഫോർ ദാറ്റ്. ഞാൻ ഒരിക്കലും പഠിപ്പിക്കത്തില്ല. നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഇരുന്നോണം. If the Holy Spirit brought you here, ഇവിടെ ഇമോഷൻസ് ഒന്നും ആരുടെ ഇമോഷൻസ് ഒന്നും കാണണ്ട. ഇവിടെ വൈകാരികമായിരിക്കുന്ന ഒരു ഇടപാടുകളുമില്ല. നിങ്ങൾ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന, ദൈവകൃപയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ ഇവിടെ ഇരുന്നോണം. if you believe the Holy Spirit has brought you here, there is no place for emotions here. Submit and be here. ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ആയിരുന്നെന്ന് വിചാരിച്ചു, ഇപ്പൊ വിചാരിച്ചു ഇങ്ങനാണെന്നൊന്നും എന്റെ അടുക്കമെന്ന് പറഞ്ഞേക്കല്ല. Don't come and complain to me that we felt it was കാര്യം this way. ദൈവത്തിന്റെ ആത്മാവാണോ നിന്നെ പ്രേരിപ്പിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇപ്പോൾ ഈ നിമിഷം നിന്റെ മേൽ പ്രവർത്തിക്കാൻ അവൻ മതിയായവനാ. If the Holy Spirit brought you here, right now He is able to work and bring an increase in you. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? How many of you have that confidence? അവൻ എല്ലാ ദിവസവും ഒരു പ്രായോഗിക അനുഭവം ഉണ്ടാക്കണമെന്ന്. Every day you need to have a practical അതുകൊണ്ട് നമ്മള് റോമർ 15:13 വായിച്ച് കണ്ടില്ലേ? അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിനക്ക് സകല സന്തോഷവും സമാധാനം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ അവൻ മതിയായവനാണെന്ന്. That's why it says in Romans 15:13, now God is able to fill you അവൻ ആരാ? with all joy. അവൻ ആരെന്നറിയോ? പ്രത്യാശയുടെ ദൈവം. He is a God of hope. പ്രത്യാശയുടെ ദൈവം. നിങ്ങളുടെ വിശ്വാസത്തെ നിനക്ക് അവനിലേക്ക് നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ആ നോട്ടത്തിനകത്ത് അവൻ നിന്നെ സകല വിധത്തിലുള്ള അവൻ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയ്ക്കും. If you are able to believe, if you are able to look to Him, He is able to fill you with all joy and peace. ഞാൻ പറഞ്ഞല്ലോ, സന്തോഷവും സമാധാനവും ഇല്ലാത്ത ജീവിതം എന്തിനു കൊള്ളാം? What's the use of a life without joy and peace? ദൈവരാജ്യം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനമാണ്. Joy and peace is the epitome of kingdom of God. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അതിനകത്ത്, നീതി. One more thing is there in kingdom of God, which is righteousness. വിശ്വാസം എന്ന് പറയുന്നത് നിനക്ക് നിന്റെ സ്വർഗത്തിലെ പിതാവിനോടുണ്ടെങ്കിൽ അവൻ അവന്റെ കലവറകളെ തുറക്കുമ്പോൾ നിന്നിൽ കൂടെ അത് സാധ്യമാകും. If you believe in your heavenly Father, He will open the storehouses and He will pour out blessings. നിങ്ങൾ എന്റെ പുറവശം കണ്ടോ? 2 സ്ഥലത്തും മുഴുവൻ മുടിയില്ലേ? ഈ 2 സൈഡിലും മുടിയില്ലേ? ഞാൻ ഒരു വീട്ടിലും പോയി ഇങ്ങനെ ചൊറഞ്ഞു നിന്നിട്ടില്ലെന്ന്. I never scratch my head at any house asking for money. That's why I ഇങ്ങനെ have hair on both എന്നാ sides. പോട്ടെ, ഞാന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. I have not gone to any house to pray ഞാനിപ്പോ to ഇത് get പറയുന്നത് money. ഞാൻ അഹങ്കാരത്തോടോ അഭിമാനത്തോടോ പറയുന്നത്. എന്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടും തന്റെ മഹത്വത്തിന് തരണം ക്രിസ്തുയേശുവിൽ തീർത്തു തരും. ഇപ്പോൾ now send your prosperity. I am saying this with pride that my God shall supply all your needs according to His riches and glory. Right now, He is able to send His prosperity. Amen. വിശ്വാസം എക്സസൈസ് ചെയ്യണം. Exercise faith. ഹല്ലേലൂയ. Hallelujah. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അടുത്ത തലമുറ ശരിയാകാൻ വേണ്ടി എൻ്റെ ഒരു ഉപദേശമാണ് ഇപ്പോഴുള്ള മാതാപിതാക്കന്മാരോട്. This is a piece of advice for current parents, for your generation to be blessed. ഇപ്പോഴത്തെ പേരൻസ്, യങ് പേരൻസിനോട് പറയണം, നിന്റെ പിള്ളേർക്ക് നീ ചോദിക്കുന്നതെല്ലാം കൊടുക്കരുത്. Please don't give everything ചുമ്മാ that കൊടുക്കരുത്. they ask to your children. മറിച്ച് ഒരാവശ്യമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനോട് പറയണം, അവളോട് പറയണം, കേറിയിരുന്ന് പ്രാർത്ഥിക്കുക. If your children are coming up with a need, tell them, you go pray about നീ it. പ്രാർത്ഥിക്കടാ. You pray. എന്റെ ദൈവം My God, നിന്റെ ആവശ്യം അവന്റെ മഹത്വത്തിന് തനത്തിനൊത്തോണം യേശു കർത്താവിൽ തീർത്തുവരും. എനിക്ക് അനുഭവം ഉണ്ട്. my God shall supply all your needs according to His അതൊക്കെ riches and glory.
I have experienced കൈനീട്ടാൻ എന്നാ ബുദ്ധിമുട്ട്, കൈനീട്ടാൻ എന്നാ ബുദ്ധിമുട്ട്. നീ എന്നൊന്ന് പഠിപ്പിച്ച് നിന്റെ കുഞ്ഞിനെ, നിന്റെ തലമുറ പഠിപ്പിച്ച്, നിനക്കത് ആവശ്യമുണ്ടായിരിക്കാം. എന്നിൽ കൂടിയല്ല നടക്കേണ്ട. സ്വർഗത്തിലെ ദൈവം അവന്റെ വാതിലുകളെ തുറന്ന് നിന്നെ അനുഗ്രഹിക്കുന്നത് എനിക്കും കാണണം, നിനക്ക് കാണണം. Teach your children that it is easy to ask someone, but teach your children to pray and exercise faith. See God supplying all their needs. ഈവൻ ഫീസ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും അവരെ എക്സസൈസ് ചെയ്യിപ്പിക്കണം. നിന്റെ ഫീസ് കൊടുക്കാനുള്ള ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരും. Even paying fees, you must exercise, make them exercise faith. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് വേറൊന്നിനു വേണ്ടിയല്ല പറയുന്നത്. മിന്ന മോള് നല്ലതായിട്ട് പഠിച്ചു, എക്സെല് ചെയ്തു എല്ലാ കാര്യത്തിനകത്തും. Minamol excelled in her studies and she did well. അവളെ വിശ്വാസം ഇവരും പഠിപ്പിച്ചു. And even we taught her faith. അതുകൊണ്ട് 11, 12 ക്ലാസ്സുകളിൽ അവൾ പഠിക്കുന്ന മൊത്തം സ്കോളർഷിപ്പിൽ ഒരു പൈസ ഫീസ് കൊടുക്കാതെ പഠിക്കുന്നത്. Therefore 11th and 12th അതെങ്ങനെ പറ്റുന്നത്? learning in full scholarship. അതെങ്ങനെയാ പറ്റുന്നത്? അത് പറ്റും, അത് സാധ്യമാകും. എപ്പോഴാണെന്നറിയോ? നീ വിശ്വാസത്തെ നിന്റെ വീട്ടിനകത്ത് ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ കരം ചലിക്കും, പ്രവർത്തിക്കും. If you use faith in your home and teach your children, it will operate in your house. നീ അവിടെ ഇവിടെ നടന്ന് പറയണ്ട എന്റെ കൊച്ചിന്റെ ഫീസ് കൊടുക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറയണ്ട. നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കാനുള്ള അവസരം വരുമ്പോൾ നീ ആ വിശ്വാസത്തെ ഉപയോഗിക്കുക. When you have an opportunity to use your faith, use it instead of going around and saying, I don't have money to pay fees for my children. ആ കുഞ്ഞിനോട് പറയണം, കുഞ്ഞ് നീ അവിടെ ഇരുന്നൊന്ന് ചോദിച്ചേ, കുഞ്ഞ് നീ അവിടെ ഇരുന്ന് ചോദിച്ചേ, അവനെ ഫെയ്ത്ത് അപ്ലൈ ചെയ്യാനൊന്ന് പഠിപ്പിച്ചേ ആ കൊച്ചിനെ. Teach your children to apply faith. ഹല്ലേലൂയ. അപ്പൊ എന്തോ സംഭവിക്കും? അതും അവിടെ തുടങ്ങും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അത് സംഭവിക്കും. നീ എല്ലാം എടുത്തു കൊടുത്തേ, നീ എല്ലാം വാങ്ങിച്ചു കൊടുത്തേ, നീ ഇരിക്കുന്ന എല്ലാം കൂടെ കൊടുത്തേ, ആ കൊച്ചു ജീവിതത്തിൽ ഒരിക്കലും നന്നായി വിശ്വാസത്തിൽ വളർന്നു വരത്തില്ല. You begin to supply everything lavishly, they will never grow. അവൻ ഒരിക്കലും ഈ ദൈവത്തെ കാണുന്നില്ല, അവൻ അവന്റെ അപ്പനെയും അമ്മയും കാണുമായിരിക്കും. ദൈവം അതിന്റെ അപ്പുറത്ത് ഒരാളുണ്ടെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. They will never see God, they will see you, they will So not see my you advice, beyond it. stop giving them everything. എല്ലാം കൊടുക്കരുത് അവർക്ക്. അവരെ കുത്തിയിരുത്തി അവന്റെ ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങിക്കാൻ അവനെ പഠിപ്പിക്കുക. Don't give them the privilege of giving them everything. Let them sit down and pray and let them get everything. ഹല്ലേലൂയ. Hallelujah. എത്ര പേര് എടുക്കും? നിന്റെ ആൻസൈറ്റി ഇപ്പൊ തന്നെ നിനക്കൊരു ഉത്കണ്ഠയുണ്ട്. അയ്യോ എന്നെ കൊണ്ട് നടക്കുമോ? നിന്നെ കൊണ്ട് നടക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഇന്ന് ഈ മുറിക്കകത്തിരുന്ന് നീ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്നോട് പറയുകയാണ്, നിന്നെ കൊണ്ട് സാധ്യമാണ്. If the Holy Spirit is intervening in you this morning, it is going to be possible with you. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കണം. Good things should happen. നിന്റെ ആത്മാവ് ശുഭമായിരുന്നാൽ, When your soul is well, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫീലിങ്സ് നന്നായിട്ടിരുന്നാൽ, if your feelings are good, നിന്റെ ഡിസയേഴ്സ് ഇതൊക്കെയാണ് ഈ പറയുന്നത്. ആമേൻ. ശുഭമായിരിക്കുക എന്ന് പറയുന്നത്, പ്രോസ്പർ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നല്ല ഫീലിങ്സ് ഉണ്ട്, നല്ല അഫെക്ഷൻ ഉണ്ട്, നല്ല ഡിസയേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നല്ല നല്ല ആമേൻ. അതൊക്കെയാണ് അതിന്റെ വികാരങ്ങൾ എന്ന് പറയുന്നത്. അഫെക്ഷൻ ഒരു വികാരമാണ്. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ അല്ലേ? Your soul is well means you have good feelings, you have good affection, your relationships are good, you have good thoughts. അത് ശുഭമായിരിക്കുമ്പോഴാ. That is when your soul is well. ശുഭമല്ലെങ്കിൽ അവേർഷൻസ് ഉണ്ടാകും. If your soul is not well, you have ആരെയും aversions ഇഷ്ടപ്പെടത്തില്ല and നമുക്ക്. offenses. കേൾക്കുന്നൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. You won't like anybody, you don't like what you hear. നമ്മൾ നല്ലത് കേട്ടാലും നമ്മൾ അത് ശ്രദ്ധിക്കാത്തത് പോലെ ഇരിക്കും. Even if you hear good things, you act as if you haven't heard. എത്രയോ നല്ല മെസ്സേജുകൾ കേൾക്കുന്നതിന്റെ കൂട്ടത്തിൽ എങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു? How can you sleep when you're hearing good messages? എങ്ങനെ നമുക്ക് അശ്രദ്ധമായിട്ടിരിക്കാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തിയ ഒരു സന്ദേശം വരുമ്പം നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുക? നിന്റെ പ്രാണൻ ശുഭമായി ഇരിക്കാത്തത് കൊണ്ടാണ്. How can you not pay attention when you're hearing a message for your own good? That's because your soul is not well. ശുഭമായിരിക്കുകയാണെങ്കിൽ പറ പാസ്റ്ററെ, ഇങ്ങോട്ട് തന്നെ ഞാൻ സ്വീകരിക്കും. അതാണ് ആറ്റിറ്റ്യൂഡ്. If your soul is well, you will be encouraging the pastor, tell me more, let me receive. അതാ 45 സങ്കീർത്തനം 1-ാം വാക്യം പറഞ്ഞ്, ശുഭവചനത്താൽ എന്റെ ഹൃദയത്തെ ഞാൻ നിറയ്ക്കും. That's what Psalm 45 That is my advice to you. You fill your heart with all good matters. നല്ല കാര്യം കൊണ്ട് നല്ല കാര്യം കേട്ടോണം. Hear good things and fill your heart with good things. അപ്പൊ എന്തോ ചെയ്യാൻ പറ്റും?
നിന്റെ സോൾ പിന്നെയും പ്രോസ്പർ ചെയ്യും. നിന്റെ പ്രാണൻ, നിന്റെ സൂക്കേട് മാറും. When you hear good things, your soul will begin to prosper. നിന്റെ And സൂക്കേ, the sickness of your പ്രാണൻ എന്ന് പറഞ്ഞ will സൂക്കേ. go. ഈ സൂക്കേക്ക് എന്താ ഉള്ളത്? സൂക്കേടല്ല ഉള്ളത്. Suke is the soul, and soul is where you have sickness. എല്ലാ വിധത്തിലും സിക്നസ് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ. അയാളെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല, ഇവരെ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് അങ്ങനൊന്നും പറയില്ല, എനിക്കിതൊന്നും ഇഷ്ടമല്ല, എല്ലാം ഇഷ്ടക്കേടാ മൊത്തം. Totally you have offense, dislike, all these things. That is the sickness of the soul. മറ്റേതെങ്ങനെ അറിയാം? പ്രാണൻ ശുഭമായിട്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടം. If your soul ഈ is well, പറഞ്ഞ സകല കാര്യവും എനിക്ക് ഇഷ്ടമില്ലാത്താണെങ്കിലും ബ്രദറെ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. if your soul is well, even if I don't like anything that you say, I love you. പാസ്റ്ററെ, I have disagreement with you, but still I love you. You tell the pastor, I disagree with you, but I still കാര്യം love എനിക്കത് you. മനസ്സിലായില്ല, അതുകൊണ്ട് എനിക്കത് സ്വീകരിക്കാൻ ഒക്കത്തില്ല. പക്ഷെ എനിക്ക് പാറിനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ മനക്കളെന്നെ? I cannot agree to what you say, but I love you. കണ്ടില്ലേ? അങ്ങനെയാണ്. അത് നമ്മുടെ പ്രാണൻ ശുഭമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടൊരു ബുദ്ധിമുട്ടുമില്ല. When your soul is well, you have no issues with anyone. കാര്യം നമ്മളിവിടെ നിൽക്കുന്ന ഇഷ്യൂ ഉണ്ടാക്കാനല്ലല്ലോ, We are not standing here to create issues. പ്രശ്നക്കാരായിട്ടല്ലോ, നമ്മൾ പ്രശ്നം പരിഹരിക്കപ്പെട്ടവരല്ലേ. We are people ഹലോ, whose problems are കേൾക്കുന്നുണ്ടോ? solved. നിന്റെ ഹൃദയത്തിനകത്ത് വരേണ്ടത് ഈ പ്രശ്ന പരിഹാരകനായ യേശുവിനെ നീ കണ്ടിട്ടുണ്ട്. നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതെ വണ്ണം പ്രശ്നരഹിതമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കണം. We must see the one who has solved our problems, and therefore we must live free of problems. രണ്ട് കാര്യങ്ങൾ ഞാൻ ഗയസിനെ കുറിച്ച് പറഞ്ഞു. ക്വാളിറ്റിയിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കേട്ട് നടക്കുന്നവനായിരുന്നു. സത്യത്തിൽ നടക്കുന്നു. അവന്റെ മേളിലുള്ളവൻ നോക്കുമ്പോൾ, നിന്റെ മുകളിലാക്കി വെച്ചവൻ നോക്കുമ്പോൾ നിന്നെ കുറിച്ച് പറയാൻ പറ്റണം നീ തെക്കോട്ടും വടക്കും തൊട്ടും നടക്കുന്നവനാണ്, തോന്നിയവാസിയാണെന്ന്, പറഞ്ഞാൽ കേൾക്കാത്തവനാണെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുവാൻ നീ സത്യത്തിൽ നടക്കണം. Two qualities were mentioned about Gaius. One is that he walked in the truth. എന്നോട് വന്ന് ചോദിക്കൂ, ആകാശമോൻ എങ്ങനെയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണം, പോളി അവൻ സത്യത്തിൽ നടക്കുമെന്ന് ഞാൻ കണ്ടായിരുന്നു പറയണം. If someone is asking me how is Akash, I must say he is excellent. He walks in the truth. അപ്പൊ ഒരാൾ എന്നോട് പറയുകയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല, അവന്റെ മുടി കണ്ടിട്ട് തോന്നുന്നില്ല. പറഞ്ഞു അവൻ മുടിഞ്ഞ പുത്രനല്ല, അവൻ മുടിയുള്ള പുത്രനാണ്. But then he says it doesn't look like it. When I look at his hair, then I say മുടിയാനെ കൊണ്ടായവനല്ല, അവൻ മുടിയുള്ളവനായിട്ട് അവൻ ശിംശോന്റെ ഗണത്തിൽ പെടുന്നവനാണ്. he belongs to the category. അവന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അവന്റെ മുടിക്കകത്തായിരിക്കുന്നത് പെമ്പിള്ളാരോടൊന്നും പറഞ്ഞേക്കല്ലോ. His strength is in the hair. Don't tell the girls. ആമേൻ, ഹല്ലേലൂയ. നമുക്കിതൊക്കെ കാണുമ്പോൾ അങ്ങ് അവരോട് ആ പിള്ളേരോടൊക്കെ പെട്ടെന്ന് ദേഷ്യം തോന്നും ഇവരോട്. When somebody grows നമ്മൾ hair, ജഡ്ജ്മെന്റൽ സാധനത്തിൽ നടക്കാതെ we can get into judgment. എത്ര കുഴപ്പമുണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ട്, ഞാനും അവനെ സ്നേഹിക്കുന്നെന്ന്. Heavenly Father loves him. ഭയങ്കര പോക്ക് കേസ് ആയിരിക്കാം, പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ അയച്ച് അവന് വേണ്ടി മരിച്ചത് കൊണ്ട് അവനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, ഞാനും അവനെ സ്നേഹിക്കുന്നു. എനിക്കെന്നെ കുഴപ്പം? God sent his son to love Akash, so God loves him. Why should I not love him? അങ്ങനെ ഞാൻ ഡാനിയൊക്കെ സ്നേഹിക്കാൻ പറ്റും? ഒരു വാക്ക് പറഞ്ഞ കേൾക്കത്തില്ല, എന്നാലും എനിക്ക് അവനെ ഭയങ്കര സ്നേഹമോ. How can I love Danny? He doesn't even listen to me. But എനിക്ക് still I love him. അങ്ങനെ പറയാൻ ഡാനിയല്ലേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞാലും അവൻ പറയാം, ശരി അച്ഛ ഞാൻ സത്യമാണെന്ന് പറയാം. I say all these things to Danny because I have the freedom to say this to അപ്പൊ അവൻ him. എന്നോട് പറഞ്ഞു, യോവന ഇത് തന്നെ പറയാറുണ്ടെന്ന് പറഞ്ഞു. അച്ചാച്ചൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, അച്ചാച്ചനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രാണൻ ശുഭമായിട്ടിരിക്കണം. Our soul must be well. ദിസ് ഈസ് മൈ മെസ്സേജ് ഫോർ ടുഡേ. This is my message. നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവ്, നമ്മുടെ ദേഹി ശുഭമായിരുന്നാൽ നീ സകലത്തിലും ശുഭവും സുഖമായിരിക്കും. When your soul is well, you shall prosper in all things. സകല മാനവ മഹത്വം ആർക്കുള്ളതാ? All glory and honor belongs to who? ഞാൻ എൻ്റെ മെസ്സേജ് നിർത്തട്ടെ. നിങ്ങളെല്ലാം അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച്. നിങ്ങൾക്ക് ആരാണ്ടോടൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ട്. You have something against എനിക്കത് മനസ്സിലായത് കൊണ്ട് പറയാം, നിങ്ങൾക്ക് ആരാണ്ടോടൊക്കെ നീരസങ്ങളുണ്ട്, I can അവേർഷൻസ്. sense this, that some of you have എല്ലാം some dislike against കളയുന്ന someone. ദിവസം. കാര്യം ഒരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ മാസമാണ്. This is നീ the അത് month മനസ്സിൽ of a fresh വെച്ചോണ്ടിരിക്കരുത്. starting. ഇന്ന് നീ മനസ്സിൽ കയറ്റരുത്. Don't get നിന്റെ anything into your വിദ്വേഷങ്ങളും heart. പകയും ഹെയ്റ്റ്രഡും നിന്റെ ഓപ്പറേഷൻസും എല്ലാം നീ അത് അഫക്ഷനാക്കി മാറ്റിക്കേ. Convert
hurt, your hatred, your offenses into affections. ഹല്ലേലൂയ.